അപ്പോൾ ഇന്ന് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. ഇതെന്താ അടിക്കങ്ങു? അടുത്ത ടെസ്റ്റിന് റെഡിയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ സൗണ്ട് എന്താണ് ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2-3 ദിവസം എന്റെ സൗണ്ട് ഇപ്പൊ ഇങ്ങനെ ആട്ടോ, തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അനന്തു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പ്രാവശ്യം പറഞ്ഞാൽ എന്നാലും ഇരിക്കട്ടെ ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കുട്ടനാട് പോവാണ്. കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളെല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന കേട്ടോ. ഞങ്ങളുടെ വർഷത്തിൽ ഏറ്റവും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ അനന്തയുടെ ബർത്ത്ഡേ. ഞങ്ങളത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, സർപ്രൈസ് ഒക്കെ കൊടുത്ത് അല്ലേ? റിലേഷൻഷിപ്പ് ആയപ്പോ തൊട്ടാണ് ബർത്ത്ഡേസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. വീട്ടിലങ്ങനെ ആഘോഷം ഒന്നുമില്ലല്ലേ? കേക്ക് പോലും അങ്ങനെ കട്ട് ചെയ്യണൊക്കെ ഇല്ല. ഞാൻ വന്നതിന് ശേഷം തൊട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇനി അങ്ങോട്ട് നമുക്ക് ആഘോഷത്തിന്റെ നാളുകളാണ് എന്ത്. പക്ഷെ ലൈഫില് ഒരു സ്പെഷ്യൽ ഡേ ആണ് ബർത്ത്ഡേസ് ഇട്ടോ ഞങ്ങക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കുട്ടനാട് പോകുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹാപ്പി ആക്കാൻ പറ്റുമോന്നൊക്കെ നോക്കട്ടെ. നമുക്ക് അടിച്ചു പൊളിക്കാൻ. എന്റെ ഫേവറേറ്റ് സ്ഥലം കൂടി ആട്ടാ കുട്ടനാട്. അതൊരു എത്ര പോയാലും മതിയാവാത്തൊരു സ്ഥലം കൂടിയാ കുട്ടനാട്. വേറെ ഫീൽ ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടനാട് തന്നെ തിരഞ്ഞെടുത്തത്. ഹരിതാഭയം അല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കുട്ടനാട് പോട്ടെ, പോയി അടിച്ചു പൊളിക്കട്ടെ അല്ലേ? ഓഫ് കുട്ടനാട്. അങ്ങനെ ഞങ്ങൾ കുട്ടനാട് എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി കുട്ടനാട് ഇങ്ങനെ ഷാപ്പിലൊക്കെ പോയി ഫുഡ് കഴിച്ച് നമ്മള് എന്താണ് നമ്മുടെ സ്പീഡ് ബോട്ടിലൊക്കെ കയറി നമ്മളന്ന് കാർത്തിനെ കൊണ്ടുപോയില്ലേ, അതുപോലെയൊക്കെ ഇതായി നമ്മള് സ്പെൻഡ് ചെയ്യാൻ പോട്ടെ. സെറ്റാണ്. അപ്പൊ ഇന്നൊരു ചെറിയൊരു കാഷ്വൽ ആയിട്ടുള്ള പരിപാടിയാട്ടോ. നമ്മളിങ്ങനെ കറങ്ങിയൊക്കെ ഞാനും എന്തും മാത്രമായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? അതെ. ഓക്കെ, ഞങ്ങള് കുറച്ച് കറങ്ങി നടന്ന് ഞങ്ങള് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഒരു 10,000 വട്ടം മണ്ണാണെങ്കിലും അല്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ സൈഡില് വണ്ടി ഒതുക്കിയേക്കണ ഞങ്ങള് കൊക്കിനെ എണ്ണാൻ വേണ്ടിയാണ്. എത്ര കൊക്ക് ആ പറമ്പിലുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടാട്ടോ ഇപ്പൊ നിർത്തിയത്. ഇതാ വെള്ള 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 പൊട്ട് കാണുന്നതൊക്കെ കൊക്കുകളാട്ടോ. പിന്നെ ഒരു പിങ്ക് ഷർട്ടൊരു ചേട്ടൻ ഇരിപ്പുണ്ടത് കൊക്കല്ല കേട്ടോ. അത് വേറെ കുറെ ഇവിടെ വെള്ള 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 പൊട്ടുകൾ കാണുന്നതൊക്കെ കൊക്കാണ്. അവിടെ ദൂരത്തൊക്കെ ഇട്ടിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാം. എന്ത് കാണുന്നുണ്ടോ കൊക്കിനെ? നന്നായി കാണുന്നുണ്ട്. കൊക്കിനെ എണ്ണ എത്രയാണോ അതിന് വേണ്ടി ഇവിടെ നിർത്തിയേക്കണത്? അനന്ത് ഇന്ന് ഇതാണ് നമ്മുടെ അച്ഛണ്ട. കൊക്കിനെ എണ്ണണ്, കാക്കേണ്ണ നോക്കണേ. നമ്മള് നിരീക്ഷിക്കാൻ ഇറങ്ങിയതാണ് കുട്ടനാട്. എന്താന്ന് ഏകദേശം ക്ലൂ കിട്ടിയോ? ഹൗസ് ബോട്ടാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇന്ന് ഹൗസ് ബോട്ടിൽ ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിതേ ഈ ഹൗസ് ബോട്ടിലാണ് നമ്മള് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അല്ലേ? പൊളിച്ചാലോ? അപ്പൊ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ജലശ്രീയിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ്ട. കാലെടുത്ത് ഇങ്ങോട്ടാണ് വെക്കണ, വെള്ളത്തിലേക്കാണോ അറിയില്ല കേട്ടോ മിക്കവാറും. അപ്പോൾ അതെ നമ്മൾ കേറാൻ പോവാണ്. അതെന്താ എങ്ങനെയുണ്ട്? കേക്ക് ഹാപ്പി ബർത്ത്ഡേ അന്നടൂന്ന് എന്തോ ആടി അമ്മു. ആ സെറ്റ് ചുട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
അവള് കോപ്പി അടിച്ചാണ് എല്ലാ പരീക്ഷയും ജയിച്ചത്. അതിന്റെ പ്രൂഫാണത്. എടാ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങളവിടെ നിക്കണേ, അവിടെ ഇഷ്ടപ്പെട്ട ഹൗസ് ബോട്ട്. അപ്പൊ നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യണേന്ന് പറഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ചേട്ടൻ വന്നിട്ട് ഞാൻ ചിങ്ങോട് മുറിയണ്ടെന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ പറയുന്നേ ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എന്ത് കേട്ടില്ല. ചേട്ടൻ മുട്ട പറഞ്ഞാ നമ്മള് പറഞ്ഞ് ചേട്ടാ ഞങ്ങളിവിടെ ഉണ്ടെന്ന് അവർ അറിയില്ല, നിങ്ങൾ ഇവിടെ ഇല്ലാതെ അവര് വരുമ്പോ പറയാറ്. അല്ല വേറൊന്നുമില്ല ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു ഇതെന്തടി 2 സോന അനന്തൂന്റെ ആ ചേട്ടാ എല്ലാ പരീക്ഷയും കോപ്പി അടിച്ച് ജയിച്ചവളാണ്. അനന്തൂന്ന് എഴുതാറിഞ്ഞൂടാത്തവൻ. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്ത് പോസ്റ്റ് അതന്നെ നിന്നെ എല്ലാരോടെ ചേർന്ന് ഒരു കുഴിയെടുത്തിടാൻ പോവുകയാണ്. കായലും തള്ളുപടി നിന്റെ അറിയാവോ? അപ്പൊ എന്തായാലും തള്ളണം. എന്റെ പിള്ളേരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ കേട്ടാ. ഒരു പിള്ളേര് വിളമ്പണം കണ്ടുപിടി. ആ നീ നല്ല അനുസരണയുള്ള കുട്ടിയാടാ, എനിക്കറിയാം. നോക്കി നമ്മുടെ അക്ഷയ് മോൻ, അവൻ ഫുഡ് കണ്ട മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇവനെക്കാളും ആത്മാർത്ഥതയോടെ ഭക്ഷണം കഴിക്കണ ഇവനാണ്ടാ. അല്ലേടാ തെണ്ടി ഫുഡ് കണ്ട ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ആ ഞാൻ പറഞ്ഞു നമുക്കിനി കേക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഡെസേർട്ട് കഴിക്കാൻ തുടങ്ങി 4 പീസ് അല്ലേ? ഇല്ലെങ്കിൽ അത്ഭുതമുള്ളു. ഗംഗു എന്താണ്? എനിക്കൊരു ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കോട്ടെ ഓർമ്മ തന്നെ. വെപ്പൊക്കെ വെച്ചിട്ട് വന്നേക്കണേ. ഇതെന്റെ ഒറിജിനൽ ആണെന്ന്. അബി എന്താണ്? അതുകൊണ്ട് അന്നോട് നീ അറിയടിയാമോ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ദേ പിന്നെ എന്റെ സേട്ടായി ഉണ്ട്, ദേ എന്റെ സുട്ടാപ്പി ഉണ്ട്, പിന്നെ അവനുണ്ട്. എല്ലാരും ഫുഡ് കഴിക്കണം. ഞാനും ജോയിൻ ചെയ്യട്ടെ കേട്ടോ. പേടിയോടെ നിന്നിട്ട് കാല് വെക്കാൻ പേടിയാവണം ഇവിടെ അച്ചത്ത്. ഞാൻ വെള്ളത്തിൽ കിടക്കൂടാ. ബോട്ടിന്റെ മീതെ കൂടി പോകുന്നുണ്ട്. ഓ നോക്ക് ടൈറ്റാനിക് കളിക്കാൻ ഞങ്ങൾ ഞാൻ നിന്നേ എന്താ കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മുടെ സൂപ്പർ പിള്ളേരെല്ലാരും ഉണ്ട്. പിള്ളേരെ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഈ ഒരു ഹൗസ് ബോട്ടിലതേ ഒരു റൂമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് റൂം കേട്ടോ. കണ്ടോ ഒരു 10 പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ക്രൂയിസ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പേഷ്യസ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. എന്റെ ഫ്രണ്ട് ലിവിംഗ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇത് കണ്ടോ കൗച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് എല്ലാവരോടും വർത്താനം പറയാം. അല്ലെ ഗംഗു? നമ്മള് സൊള്ളാൻ പോണല്ലേ? അതെ. പിന്നെ അതെ ഇവിടെ ഹൗസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു സ്റ്റേപ്പിൾ പോസാണ് കേട്ടോ ഇത്. കണ്ടോ ഇതിന്റെ ഇവിടെ ഇരുന്നിട്ട് ഈ സ്റ്റിയറിംഗിന്റെ ഇവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ അല്ലേ കുഞ്ഞുമാ? കണ്ടാ സെറ്റ്. അപ്പോൾ ജലശ്രീ എന്ന് പറയുന്ന ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്തത്. കുറച്ച് നേരം ഉണ്ടായുള്ളൂ കേട്ടോ. ഞാൻ അനന്തുവിനെ പറ്റിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് നമ്മൾ ഹോൾഡ് ചെയ്തിൻ്റെ ഉള്ള ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് ആളെനിക്ക് അത് മതി, അത് ആളെ ഹാപ്പി ആയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബൈ പറയുവാണ്. ചേട്ടാ ബൈ ബൈ. എനിക്കും ബൈന്ന് ബൈ. ഇവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ തന്നു. നിങ്ങളൊരു 10 പേരൊക്കെയുള്ള ടീം വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ബോട്ട് പ്രിഫർ ചെയ്തോ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയാണ്, അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വരാം. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനൂപേട്ടനെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അടിപൊളി ഒരു ഡേ ഔട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരുമോട്ട് വരും. അപ്പോൾ ബൈ ചേട്ടാ പോട്ടെ. എന്താ വീഡിയോ ആണ് ഇതെന്താ അടിക്കങ്ങു? ഫുഡ് ബേബി ആണോ നിന്റെ? അയ്യോ എടാ ഇതെന്ത് സാധനോടാ? ഈ സാധനത്തിന് നോക്കി. അത് നീ കണ്ടില്ലേ? കൊള്ളാം കൊള്ളാം. അവക്ക് ബ്യൂട്ടിഫുൾ ആവണോന്ന്, ക്യൂട്ട് ആവണോന്ന്. ഓ എക്സ്ട്രാ ക്യൂട്ട്. അതെ ക്യൂട്ട് ആക്കി. മറ്റൊരു സിനിമ പറയില്ലേ മഞ്ഞപ്പൂ വെച്ചൊരു പെണ്ണാണോ പെണ്ണാവുന്നു? ഓ ക്രിയേറ്റിവിറ്റി. ആഹാ ഇത് എന്താണ് എക്സ്പെക്ടേഷൻസ് അല്ല, അത് എക്സ്പെക്ടേഷൻസ്, ഇത് റിയാലിറ്റി. ഇപ്പൊ അതെ ഇവര് ട്രിവാൻഡ്രം പോവാട്ടോ.
ഞാൻ കൊറേ പറഞ്ഞു നോക്കി നിക്കാനായിട്ട് സാധനങ്ങള്. എമർജൻസി ആയിപ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ നിന്നനാ. കല്യാണം വീട്ടിൽ പോയി ഉണ്ണാണ്ട്. അതൊക്കെ അമ്മു എല്ലാ അടിയന്തര വീട്ടിലും പോയി ഭക്ഷണം കഴിക്കും. കണ്ടെയ്നറിലുണ്ടെയും ഇതും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ വ്ളോഗിൽ അനന്തുവിന്റെയും ശരണ്യയുടെയും വഴികാട്ടമായിരിക്കും സുഹൃത്തുക്കളെ. ഞങ്ങളെ ഒഴിവാക്കുകയാണ്. പോണേല്ല, ഞാൻ നിർത്തിയതല്ലേ എല്ലാത്തിനും. ബൈ ബൈ. നിങ്ങളും പോവാണോ? ഓൾറെഡി ഇത്രയും പഠിച്ചിട്ട് എഴുതാറിഞ്ഞൂടാ, ഇതുകൂടെ പഠിച്ചിട്ടായിരിക്കും. ഉള്ളത് പഠിച്ചിട്ട് തന്നെ അനഡൂന്നാണ് എഴുതിക്കോട്ടെ. കേക്കിൽ ശരിയാട്ടാ, ആ കാര്യം കൊണ്ട് പറഞ്ഞതില്. ബൈ. അവരെല്ലാരും പോയി, ഞങ്ങള് മാത്രല്ലേ മിസ് ചെയ്യണ്ടവരെയൊക്കെ. അച്ചടാ. അപ്പൊ ഞങ്ങള് പോയി ഫുഡ് കഴിക്കട്ടെ. ഞാനപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നല്ല അടിപൊളി ഷാപ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് പോവാണ്. പോവാം നമുക്ക് അങ്ങോട്ട്. ഓക്കെ. ഷുട്ടു, അടുത്ത ടെസ്റ്റിന് റെഡിയാണോ? ആ. ശ്രമിച്ചാലും പോപ്പർ പൊട്ടാത്ത ചെങ്ങ്. അനന്തു എങ്ങനെയുണ്ടായി? ഏതേറ്റവും ഇഷ്ടപ്പെട്ട്? സർപ്രൈസ് അത്ര ആയിട്ടില്ല, പക്ഷെ രണ്ടാമത് ഭയങ്കര ആക്ടിങ് അല്ലേ? എന്റെ ഫ്രണ്ടിന്റെ മാരേജിന്റെ റിസപ്ഷൻ. ഇവിടെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറിപ്പോടെ പോയി. എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ, ഇതില് ഫുൾ അനന്തൂന്ന് പേരുണ്ട്. ഗിഫ്റ്റ് നമ്പർ 1 ആണ്. ഇത് എടത് ഓട്ടോമാറ്റിക് വാച്ചാടാ. നീ നടക്കുമ്പോ ഇതായിക്കോളൂ. അലക്കാം. നീ ഗസ്റ്റ് ഇഷ്ടപ്പെട്ടാലൊക്കെ അത് പിന്നെ നമ്മ നോക്കിയത് അടിപ്പ കളർ കേട്ടാ. ഒരു സൽപുത്രൻ പിറന്നത പണ്ട് നീ കുറെ ആയാലും കേക്ക് ഇതെന്താ തുരങ്കം ഉണ്ടാക്കുന്ന ഓ സൂപ്പർ ആയിട്ടുണ്ട്. നിറയെ വണ്ടികളുള്ള ഷർട്ട് ഗൈസ്. KSRTC ആണോ പോണം? ഓട്ടോറിക്ഷ KSRTC ഒക്കെ ഉണ്ട് കേട്ടാ. കൊള്ളാം, നല്ല സൗണ്ട് ആനന്ദു. നല്ല ഞാൻ വന്നപ്പോഴേ വന്നു കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും ഒറ്റടിക്കാൻ വിളിച്ചേർത്ത് അപമാനിക്കുന്നു. വന്ന ഫുഡ് കഴിച്ചിട്ട് പക്ഷെ ഞങ്ങൾ ചാലു പറഞ്ഞ നമ്മള് രണ്ടുപേരും മാത്രമേ. ഓക്കെ, ഞാനാണെങ്കിൽ വീട്ടില് ചില അമ്മനെ കാണണമല്ല, അമ്മയുടെ ഒപ്പം ചെലവഴിക്കണമല്ല. പറഞ്ഞ ഞാൻ ഉച്ചയപ്പോൾ ഞാൻ ചോദിക്കണ്ടേ നമുക്ക് ചേട്ടൻ പോയാലും ആണത് പോ. അതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കുള്ള ഹിന്ദി ഇവിടെ ആണെല്ലാരും.
ഇവൻ ഒക്കെ അഭിനയിക്കാൻ അറിയാം. നീ എങ്ങനെ അമ്മളെ പറഞ്ഞു പഠിക്കണം ചേട്ടാ. അത് തന്നെ. എനിക്ക് അവനെ പൊക്കിരണ്ടിച്ച് മതിയാണ്. അമ്മ അഭിനയിച്ച് തകർക്കും. എനിക്ക് ചേട്ടാ നമ്മള് 2:30 എത്തൂല ജീവിതത്തിൽ ഇന്നുവരെ ബുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ്. അവിടെ നിന്ന് പഠിക്കാൻ പോകും. രണ്ടും കൂടെ. അപ്പൊ നമ്മൾ എന്ത് കാണും ഇനി? എന്തൊക്കെ അഭിനയം? നമ്മള് പെട്ടുപോയല്ലോ. അല്ല, ഗ്ലാമിങ്ങനെ ചേട്ടാ എനിക്ക് പോണം ചേട്ടാ, എനിക്ക് കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തൊരഭിനയം കിട്ടണം, നിങ്ങൾക്കൊക്കെ കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതെ സത്യം. ഇനി ഞങ്ങൾ എല്ലാരും ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആണ്. അടിച്ചു പൊളിക്കും ഞങ്ങള്. നമ്മളെല്ലാരും കൂടി കുട്ടനാട് ന്യൂയോർക്ക് ഷാപ്പിൽ വന്നു കേട്ടോ. നല്ല അടിപൊളി താറാവ് കറി, പോർക്ക് കറി, അപ്പം, കരിമീൻ, ബീഫ് ഇതൊക്കെ കൂടി നമ്മള് തട്ടാൻ വേണ്ടി പോവാണ്. നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് കേട്ടോ. എന്റെ പൊട്ടു നോക്കി ഇവിടെ വന്നത്. സർപ്രൈസ് നമ്പർ 3 അജിത്തേട്ടാ. സർപ്രൈസ് നമ്പർ 3 നിങ്ങളാണ്. രവീൻ രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ. അജിത്തിനെ ഞാൻ വിളിക്കാൻ, ഇങ്ങനെ അജിത്തിനെ വിളിക്കാൻ ഞാൻ ആദ്യം ചോദിച്ചു. ഞങ്ങളെല്ലാരും കൂടി കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കോലം നോക്കിന്റെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ തന്നെ ന്യൂയോർക്ക് തന്നെ ഷോപ്പിൽ പോയി ഫുഡൊക്കെ അടിച്ചിട്ടോ. ഫുഡൊക്കെ അടിച്ച് നേരെ വന്ന് എല്ലാരും കിടന്നുറങ്ങി. കാരണം ഞാൻ പറയുന്നില്ല, രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അത് കൊണ്ടിട്ട് നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ സമയം ഏകദേശം 6:58 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പൂളിൽ ചാടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും പൂളിൽ പോയി ചാടട്ടെ. നമ്മൾ പൂളിൽ അടിച്ച് തകർത്തിട്ട് വന്നിരിക്കണേ കേട്ടോ. ബോൾ പാസിങ്ങും അതുപോലെ കുറേയേറെ ഗെയിംസും ഒക്കെ ആയിട്ട് നമ്മൾ ശരിക്കും തകർത്തു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ത്രൂ ഔട്ട് നിങ്ങളെ വീഡിയോയിൽ അനൂപേട്ടൻ നിങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം നമുക്ക് ഹൗസ് ബോട്ട് തന്നത് അനൂപേട്ടനാണ്. ആ അനൂപേട്ടനാണ് ഗൈസ് ഇരിക്കുന്ന അനൂപേട്ടൻ അല്ലെ. ഇത് അനൂപേട്ടന്റെ വീട്ടിലാട്ടെ ഇവർ അനന്തൂരി ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ചാർജ് ചെയ്തിട്ടൊക്കെ വന്നത്. നമ്മളെപ്പോ കുട്ടനാട് വന്നാലും അനൂപേട്ടൻ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. അനൂപേട്ട താങ്ക് യു. അനൂപേട്ട മുത്താണ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടനാട് വന്നം, അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഹൗസ് ബോട്ട് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ പ്രീമിയം ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ലക്ഷറി ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഔട്ട് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പറും കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അത് അടിപൊളിയാണ് സർവീസിന്റെ കാര്യത്തിൽ അല്ലേ. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, കാരണം അനൂപേട്ടൻ ഞങ്ങളുടെ അത്ര ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടാട്ടോ പറയണത്. ബെസ്റ്റ് ബഡീസിൽ ഒരാളാണ് ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ തകർത്തോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി. പൂളിൽ ഇറങ്ങും, ഇവിടെ വന്ന് ഫുഡ് കഴിക്കും, പൂളിൽ ഇറങ്ങും, ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബർത്ത്ഡേ? ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 2. അപ്പോൾ ഇന്നലത്തെ ആർമാദത്തിനും അല്ലെ ആഘോഷത്തിനൊക്കെ ശേഷം ഞങ്ങളിത് എല്ലാരും റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? പൂളിൽ കിടക്കുക, കറങ്ങി നടക്കുക, കമ്പനി അടിക്കുക, ഊഞ്ഞാലാടുക, ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ പരിപാടികളൊന്നും പറയണ്ട. അലമ്പുണ്ടാക്കാതെ അടിപൊളിയായിരുന്നു ഇന്നലത്തെ ദിവസം. എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. സർപ്രൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? സർപ്രൈസ് ഒക്കെ അതിഗംഭീരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളില്ലേ കൊച്ചിയിൽ തന്നെ പ്ലാൻ ചെയ്താട്ടോ. കാരണം ഞാൻ അതുകൊണ്ട് കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ ഓർത്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി കുട്ടനാടാണ് ഞങ്ങൾക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളെല്ലാം സെറ്റായത്. അത് കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെയാണ് ആഘോഷിച്ചത്. പക്ഷേ പൊളി ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം പോയിട്ട് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. വിശക്കണില്ലേ പിള്ളേരെ? ദേവളം കിടന്ന് പറയുന്നുണ്ട് ഫുഡ്. ഞങ്ങൾ അങ്ങനെ ഉച്ചയൂണിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അതായത് എന്തൊക്കെ ഇങ്ങമണിയുണ്ട്, പിന്നെ അരമണ്ടനുണ്ട്. അതെ, നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. നല്ല മീൻമുട്ടയും നല്ല ചോറും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കണേ. ഇപ്പൊ ഞങ്ങള് മാത്രമല്ലാതെ ഉണ്ടാവും. ഹലോ
നമ്മൾ ഇത്രയും പേരാട്ടോ ഇന്നലെ അവിടെ സ്റ്റേ അടിച്ചതും നല്ല കറങ്ങാൻ വന്നതും ഒക്കെ അതെ ഐറ്റംസ് 1 by 1 ആയിട്ട് വന്നിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് മീൻമുട്ട. ഓ 2 ദിവസത്തെ തകർപ്പിനും ഒച്ചപ്പാടിനും ഒക്കെ ശേഷം അനന്തതേ പോവാണ് കേട്ടോ. ഞാൻ അനന്തും കൂടി കേട്ടോ വണ്ടിയിൽ, പിന്നെ കാർത്തിയും ഗ്ലാമിയും അവരെല്ലാം കൂടി വേറെ വണ്ടിയിലും, ചേട്ടനും അമ്മവും വേറെ വണ്ടി. ഞങ്ങൾ 3 വണ്ടി എടുത്താൽ പോയത്. കാരണം സർപ്രൈസും കാര്യങ്ങളൊക്കെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉറങ്ങി എണീറ്റല്ല കേട്ടോ. സർപ്രൈസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ അനന്തു അങ്ങനെ 2 ദിവസത്തെ അടിച്ചുപൊളിക്കും ബഹളത്തിനും ശേഷം വീട്ടില് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്ക് എല്ലാരും പണികളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും കയറിയല്ലേ. അതെ കരക്കടിഞ്ഞ തിമിംഗലം പോലെ കിടക്കണം. നോക്കി സാധനം അരവിന്ദ് ആത്മാർത്ഥതയോടെ പണിയെടുക്കണേണ്. ആ പണിയെടുക്കണെന്ന് കാണിക്കാൻ വേണ്ടി പ്രഹസനം എനിക്ക് തോന്നിയത് സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ച് 2 ദിവസം. എങ്ങനെയുണ്ടായി പിള്ളേരെ? ഞാൻ ഇപ്പഴാ ചാർജ് ഇടുന്ന, ഫോണൊക്കെ ഓഫ് ആയതുപോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ തകർക്കാൻ പോവാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഇതുപോലെയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ? ഇനിയും ഞങ്ങൾ തകർക്കും. അതെ ഇനിയും തകർക്കും, ഇനിയും പൊളിക്കും ഞങ്ങള്. അപ്പൊ ഇന്നത്തേക്ക് എന്തായാലും ബൈ 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 ഗായ്സ്.